കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് വിളവെടുപ്പുണ്ട്. അപ്പം അത് എൻ്റെ കൂട്ടുകാരെയും കൂടെ കാണിച്ചുകൊണ്ട് വിളവെടുക്കാന്ന് വിചാരിച്ചിട്ടാ. എന്നാ വരി നമുക്ക് വിളവെടുക്കാലോ. ഫസ്റ്റ് തന്നെ ഞാൻ വിളവെടുക്കാൻ പോകുന്നത് നിത്യവഴുതനയാണ്. ഈ നിത്യവഴുതന ഉണ്ടല്ലോ, കുറേ പേര് കണ്ടിട്ടില്ല, ചെടിയും കണ്ടില്ല, നിത്യവഴുതന കായും കണ്ടില്ല. ഇതെന്താണ് ചെയ്യേണ്ടതെന്നും അറിയില്ല. പച്ച തിന്നാനാണോ, കോവക്ക പോലെ ഇത് ഉപ്പേരി വെക്കാനാണോ, ഒന്നും അറിയില്ല. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ആദ്യമൊന്നും ഞാൻ കണ്ടിട്ടും അറിഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ യൂട്യൂബിലൂടെ അത് കണ്ടത്. അപ്പോൾ ഒരു ദിവസം ഞാൻ നഴ്സറി പോയപ്പോൾ ഞാനിങ്ങനെ പരതുക ഓരോ ചെടി. നമ്മളങ്ങനെയാണല്ലോ നഴ്സറിയിലൊക്കെ പോയാൽ ചെടികളെ. അപ്പോൾ ഇതെന്താന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ അവർ പറഞ്ഞു ഇതാണ് നിത്യവഴുതനയാണ്. കൂട്ടന്നെ തന്നെ ഞാൻ 2 എണ്ണം വാങ്ങി. ഞാൻ അധികം ആഗ്രഹിച്ചാലുണ്ടല്ലോ എനിക്കത് എങ്ങനെയെങ്കിലും അതെൻ്റെ കയ്യിലെത്തും. അങ്ങനെ ഒരു പ്രത്യേകത എനിക്കുണ്ട്. അപ്പോൾ ഞാൻ നിത്യവഴുതന വാങ്ങി നട്ട് വളർത്തി പൂവിട്ട് കായ്ച്ചാരെയാണ് ഞാൻ കായ് കാണുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ഇതിന് സൂര്യപ്രകാശം വേണം. ഇപ്പൊ ഇവിടെ ഒരു ഫോറസ്റ്റ് പോലെ ഇതേ വെളിച്ചല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, മേലോട്ട് ടെറസിന്റെ മേലോട്ട് കയറി വെച്ചാൽ കെട്ടിയിട്ട് അങ്ങോട്ട് മേലോട്ട് കയറിയിട്ടുണ്ട്. നല്ലോണം കായ്ച്ചിട്ടുണ്ട്. മേലോട്ട് കയറിയതൊക്കെ വെയിൽ തട്ടിയത്. പിന്നെ താഴേന്ന് തന്നെ വീണ്ടും 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 ഇതിന് ശാഖ വരുന്നുണ്ട്. ആ വരുന്നതിനൊക്കെ പൂവുണ്ടാകുന്നുണ്ട്, കായ ഉണ്ടാകുന്നുണ്ട്. ഒക്കെ ഇതിന്റെ പ്രത്യേകതപ്പെട്ടതാണ്. ഇപ്പൊ കുറെ പേര് ഇത് കണ്ടില്ല. അപ്പൊ അവർക്ക് കൂടിയാണ് കേട്ടോ ഈ ചെടി ഇങ്ങനെ കാണിക്കുന്നത്. ഇതാ മേലേന്ന് ഞാൻ കുറെ പറിച്ച് കൊണ്ടുവന്ന് മേലെ തട്ടി കയറിയിട്ട് ഈ താഴെ തട്ടിട്ടാ പറിക്കുന്നത്. കണ്ടില്ലേ, ഇതൊക്കെ മേലേന്ന് പറിച്ചതാ. ഈ താഴെ ഉണ്ട്, താഴെ പറിച്ചതായിരുന്നു പണ്ട്, പക്ഷെ വീണ്ടും ഉണ്ടായിട്ടിട്ട്. അപ്പൊ എല്ലാവരും നഴ്സറിയിലൊക്കെ പോയാല് ചെടി പരതുക എന്നെ പോലെ. എന്നിട്ട് നിത്യവഴുതന വാങ്ങുക, നടുക. ഇത് ഞാൻ ഗ്യാരണ്ടി തരാം. ഇത് ഉണ്ടാവുകയും ചെയ്യും, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പറിക്കുകയും ചെയ്യാം. ഇതിപ്പോ ആകെ 2 മാസമൊക്കെ ആയിട്ടുണ്ടാവും നട്ടിട്ട്. എത്ര പ്രാവശ്യം പറിച്ച്. എല്ലാ ടേസ്റ്റാ, എല്ലാ വിറ്റാമിനുമാണ്. ഒരു പൂ പോലും കാ പിടിക്കാതെ നിന്നില്ല കേട്ടോ. ഇതിനങ്ങനെ പുഴുക്കോടൊന്നും അങ്ങനെ ഏൽക്കുന്നില്ല. കണ്ടോ, ഇതിപ്പോ ഒരു ശാഖയില് കണ്ടോ നിറയെ വന്നത് കണ്ടോ. ഇവിടെ കണ്ടില്ലേ എത്ര പൂക്കൾ വരുന്നറിയോ. മേലേന്ന് പറിച്ചാലും എനിക്ക് എത്തുന്നില്ല. അതവിടെ ആക്കട്ടെ, അവിടെ ഉണ്ട്. അപ്പൊ ഇത് ഒരാളെന്നോട് പറഞ്ഞ് നിത്യവഴുതനന്റെ ഉപ്പേരി കഴിച്ചില്ലാന്ന്. അപ്പൊ ഞാൻ കുറെ കഴിച്ചല്ലോ. അപ്പൊ എന്നെ പോലെ ആഗ്രഹം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ അവർക്ക് കൊടുക്കാൻ വേണ്ടി പറിക്കുന്നതായത്. ഇതിപ്പോ ഒന്നും എനിക്ക് വേണ്ട, ഞാനിത് കൊടുക്ക സംഭാവന. എനിക്കതാ ഇഷ്ടം. ഞാൻ കഴിച്ചാ പിന്നെ വേറൊരാൾക്ക് കൊടുക്കുക. എല്ലാവരും കഴിക്കട്ടെ. ഇനി വഴുതന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് വിളവെടുപ്പ് ഭയങ്കര ഒരു ഇഷ്ടമുള്ള സംഭവം. നടുക. ഇപ്പൊ ഞാനിതാ വ്യക്തമായിട്ട് അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ട്, കാണാത്തവർക്ക് വേണ്ടിയിട്ട് കാണിച്ചു തന്നു. ഇനി നമുക്ക് വേറൊന്ന് വിളവെടുപ്പ് വെണ്ടയും കൂടെ. ഇത് വേമ്പയാൻ പറിച്ചില്ലെങ്കിൽ നമുക്ക് ഒന്നിനും പിന്നെ പറ്റൂല. ഇഷ്ടം പോലെ കായ്ക്കുന്ന ഒരു വെണ്ട തൈ. ഇത് മരവെണ്ട. ഇതവിടെ ഒക്കെ ഉണ്ട്. ഒന്ന് താമസിച്ചാൽ പിന്നെ വിത്തിനെ പറ്റൂല. ഞാനിവിടെ വിത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി. കുറേ പേര് എന്നോട് ആവശ്യപ്പെട്ടു. ഇനിയുണ്ട് പറിക്കാൻ. കണ്ടില്ലേ എന്റെ വഴുതിന ഉണ്ടായത്? എന്താ, ഞാനിത് രാവിലെ നനച്ച് സാധാ പൈപ്പ് കൊണ്ട് നനച്ച്, വൈകുന്നേരമായ ഞാൻ ജൈവ സ്ലറി, എന്റെ നേർപ്പിച്ച ജൈവ സ്ലറി ഞാൻ ഒഴിച്ചു കൊടുക്കും. ആ സ്ലറി എങ്ങനെ ഉണ്ടാക്കുന്നൊക്കെ ഞാൻ ചാനലുണ്ട് കേട്ടോ. നോക്കിയതാ എന്താ പൂക്കള്, കായോ കണ്ടില്ലേ. എന്താ സൂപ്പർ. ഞാൻ ഇങ്ങനത്തെ ആദ്യമായിട്ടാട്ടോ. ഞാനിങ്ങനെയാ വിളവെടുത്ത് കഴിഞ്ഞ അടുക്കള വന്നാൽ പിന്നെ ആ പച്ചക്കറി കൊണ്ട് പല രൂപങ്ങളൊക്കെ ഉണ്ടാക്കും.
പലതും. ഇത് ഒരു മോഡല് നിത്യവഴുതനെ കൊണ്ട്. നിങ്ങൾ ആരെങ്കിലും ചെയ്യാറുണ്ടോ ഇങ്ങനെ? ഒന്ന് കമന്റ് ചെയ്യണേ. ഇന്നത്തെ വിളവെടുപ്പ് കഴിഞ്ഞു. വെണ്ട, വഴുതിനൊക്കെ കാണാൻ എന്തൊരു ഭംഗിയ. നിത്യവഴുതിന. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.